and then the main engines shut down, and then everything is in super. ആകാശത്തിന് അതിരുകളില്ലെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ധീരതയുടെ പേരാണ് സുനിത വില്യംസ്. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടുന്ന ആത്മവിശ്വാസത്തിന്റെ ആൾരൂപം. നക്ഷത്രങ്ങൾക്കിടയിലെ ഐതിഹാസിക യാത്രകൾ പൂർത്തിയാക്കി ആകാശത്തു നിന്നും ഭൂമിയിലെ വിശ്രമ ജീവിതത്തിലേക്ക് സുനിത വില്യംസ് പടിയിറങ്ങുകയാണ്. 1998 നാസയിൽ തുടങ്ങിയ ആ ലെജൻഡറി കരിയർ ഇന്ന് പൂർണ്ണതയിലെത്തുമ്പോൾ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് അവർ ലോകത്തിന് സമ്മാനിക്കുന്നത്. 4 വ്യത്യസ്ത സ്പേസ് ക്രാഫ്റ്റിൽ സഞ്ചരിച്ച ലോകത്തിലെ ഏക വനിത എന്ന ഹിസ്റ്ററി മേക്കിംഗ് അച്ചീവ്മെന്റ് സുനിത വില്യംസിന്റെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു. 50 മണിക്കൂറിലധികം നീണ്ട സ്പേസ് വാക്സ്, 600-ലേറെ ദിവസത്തെ ബഹിരാകാശവാസം, ഇതൊന്നും വെറുമൊരു അക്കങ്ങളല്ല, മറിച്ച് അസാമാന്യമായ വിൽപവറിന്റെയും പെൺകരുത്തിന്റെയും അടയാളങ്ങളാണ്. ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്ന 2024-ലെ സ്റ്റാർലൈനർ മിഷൻ സുനിത വില്യംസിന്റെ അതിജീവനത്തിന്റെ പോരാട്ടമായിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂസ് വില്ലനായപ്പോൾ മാസങ്ങളോളം ബഹിരാകാശത്ത് തുടരേണ്ടി വന്നിട്ടും പതറാതെ ആ വെല്ലുവിളിയെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയ പോരാളിയാണ് സുനിത വില്യംസ്. ഈ ഐതിഹാസിക കരിയറിന് തിരശ്ശീല വീഴുമ്പോൾ നാം ഓർക്കേണ്ടത് ആ വലിയ റെക്കോർഡുകളല്ല, പകരം ആത്മവിശ്വാസം കൊണ്ട് അസാധ്യമായതിനെ കീഴടക്കാമെന്ന പാഠമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും വരും തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ആ മാസീവ് ജേണിക്ക് ഒരിക്കലും അവസാനമില്ല. പ്രണാമം ബഹിരാകാശത്തെ ആ സൂപ്പർ വുമണിന്.